ഹായ്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിശേഷമാണ് കേട്ടോ. ഒന്ന് ഇരിക്കണ ഇരുത്തം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ചെറുതായിട്ടൊരു പനി വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായി കുറച്ച് ക്ഷീണത്തിലായിരുന്നു. നിൽക്കാനൊന്നും വയ്യ. സ്കൂളിലൊക്കെ പോയാലും പെട്ടെന്ന് ഇങ്ങനെ ടയേർഡ് ആവണ പോലെയൊക്കെ തോന്നുമായിരുന്നു. സ്കൂൾ വിട്ട് വന്നാലും വേഗം പണികളൊക്കെ കഴിഞ്ഞ് വേഗം പോയി കിടക്കുമായിരുന്നു. അപ്പം തന്നെ തോന്നി അടുത്ത് ഒരു പനി വരുന്നുണ്ട് എന്നുള്ളത്. പിന്നെ കുട്ടികൾക്കൊക്കെ പനി വന്നു. കുട്ടിക്കും മോങ്കുട്ടനും പൊന്നുസൂട്ടിക്കും ഒക്കെ പനി വന്നു. പൊന്നുസൂട്ടർ എപ്പോഴും മാറിയിട്ടില്ല. മണിക്കുട്ടനും മോങ്കുട്ടനും പനി മാറി സ്കൂളിൽ പോയി. പൊന്നുസൂട്ടറുടെ പനി ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അപ്പോഴത്തേക്കും ഇവിടെയും പനി വന്നു കേട്ടോ. എപ്പോഴും ഞാനാണ് ആദ്യം കൊണ്ടുവരാറ്, എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇപ്രാവശ്യം നേരെ തിരിച്ചാണ് കേട്ടോ. കുട്ടികൾ കൊണ്ടുവന്നു, അവരുടെയൊക്കെ പനി മാറി വരുന്നു. അപ്പോൾ എനിക്കും പനിയാണ്. ഇനിയിപ്പോൾ നാളെ സ്കൂളിൽ പോകാൻ പറ്റുമോ ഇല്ലേ ഒന്നും അറിയില്ല. തീരെ വയ്യ, നല്ല ക്ഷീണമുണ്ട്, ബോഡി പെയിൻ ഉണ്ട്. ഇനി ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം. വേഗം മെഡിസിൻ കഴിച്ച് വേഗം പനി മാറണം. സ്കൂളിൽ പോകണ്ടേ, ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ കൂടുതൽ. അപ്പോൾ ഇനിയിപ്പോൾ ഹരിയുടെ പാവം ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ചെറുപയറുപ്പേരി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഞ്ഞി കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് കഞ്ഞി കുടിക്കണം. എന്നിട്ട് മെല്ലെ വയ്യാച്ചാലും നമ്മൾ ഗോതയിലേക്ക് ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. വീടിൻ്റെ അവസ്ഥയൊക്കെ ആകെ മോശമാണ് കേട്ടോ. അപ്പോൾ വയ്ക്കണ പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെറുക്കി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ എന്തായാലും കഞ്ഞി കുടിക്കട്ടെ ആദ്യം, എന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഗായ്സ്, അമ്മയ്ക്ക് നല്ല വയ്യാട്ടോ, ക്ഷീണിച്ചിരിക്കുകയാണ്. എന്നിട്ട് അമ്മ എന്താ കാണണം നോക്ക്. അമ്മയല്ല കാണുന്നത്, കാണുന്ന ആൾ അപ്പുറത്തുണ്ട്. പൊന്നൂസൂട്ടി കാണാം. അപ്പം അമ്മ അതിൻ്റെ കൂട്ടത്തിൽ അറിയാതെ കാണുകയാണ്. മൂങ്കുട്ടാ, എത്ര എന്തിനാ അമ്മ ഇങ്ങനെ ഒഴിവാക്കാൻ പറഞ്ഞില്ലേ? ഇത് കഴിക്കില്ലടാ. അതിന് കഴിക്കാൻ വയ്ക്കില്ലേ അമ്മ? ഇത് ചോറാണോ കഞ്ഞിയാണോ, അതോ ചോറും കഞ്ഞിയും കൂടെ കൂടിയതാണോ? എന്താ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഹരിയേട്ടനും മണിക്കുട്ടനും മോങ്കുട്ടനും കൂടെ ഉണ്ടാക്കിയ ഒരു ഭക്ഷണമാണ്, ഒരു ഡിഷാണ് കേട്ടോ. ഒന്നിങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. എന്താട്ടോ, ചോറും അല്ല കഞ്ഞിയല്ല, എന്താ ഇപ്പം ഇതിന് പറയുക, ചോഞ്ഞിന്നോ അതോ പായസം, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ വെച്ച് ചോറും ഉപ്പേരിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇതാണ് അടുക്കളയിൽ കയറിയിട്ടുള്ള ശീലം വേണമെന്നൊക്കെ പറയണത്. ചോറാണ് ഇവർ ഉണ്ടാക്കാൻ നോക്കിയിരുന്നത്. പക്ഷേ അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല തോന്നുന്നു. വാർക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ല. അപ്പോൾ കഞ്ഞി ആക്കാനും പറ്റിയില്ല, ചോറാക്കാനും പറ്റിയില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ കൊണ്ടുവന്ന് തന്നിരുന്നത് കേട്ടോ. എന്തായാലും കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ വന്ന് കിടന്നു കേട്ടോ. പണിയെടുക്കാൻ പോകാനൊന്നും വയ്യ, അങ്ങനെ കുഴഞ്ഞു പോവുകയാണ്. ഇരിക്കാൻ പോലും പറ്റണില്ല. അപ്പം അങ്ങനെ വന്ന് കിടന്നു. ഇടയ്ക്കൊന്ന് ഉറങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം ഹോസ്പിറ്റലിൽ പോയിട്ടോ. ഹരിയേട്ടൻ വന്നു, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം സമയം ഇങ്ങനെ പോകുന്തോറും പനി കൂടി വരുമായിരുന്നു, കൂടുതൽ ടയർഡാവുമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാട്ടോ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റി. അത്രയും തിരക്കായിരുന്നു ഹോസ്പിറ്റലിൽ. പനി വല്ലാതെ പടർന്ന് പിടിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴത്തേക്കും ഈ കോലത്തിലായിട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇന്നില്ല, നാളത്തെ വിശേഷം പോലീസിൻ്റെ കൂടെ കാണാം. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഗൈസ്, ഞാൻ പനിയായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതായിരുന്നു, ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് ഇത് അമ്മ ബെഡിക്ക് വീണു. അതായത് അമ്മയ്ക്ക് പനിയായി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ആൾക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ എന്ത് കൊടുത്താലും കഴിക്കില്ല. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ മുളക് വറുത്തത് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. അപ്പോൾ അത് കൊടുത്താൽ എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കഴിക്കും. അപ്പോൾ ഇനി ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അമ്മയ്ക്ക് കൊടുക്കാം. അപ്പോൾ ഗൈസ്, അമ്മ എൻ്റെ അതേപോലെയാണ്, ഒരു കയ്യിലൊക്കെ വേണ്ടുള്ളൂ ചോറായിട്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് മുളക് വറുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്
നമുക്ക് അപ്പോൾ ഗൈസ് ഇത് എൻ്റെ തന്നെ പ്രിപ്പറേഷനാണ്, വാഴപ്പിണ്ടി തോരനാണ്. അപ്പോൾ നമുക്ക് അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനത്തെ നാടൻ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ അത് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കത് കുറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം മുളക് വറുത്തത്. അപ്പോൾ ഞാൻ ഏകദേശം ഇല്ലാതെ നോക്കിയൊക്കെ എടുത്ത് വറുത്തിട്ടുണ്ട്. ഇനി 4-5 എണ്ണം നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം. അപ്പോൾ ഗൈസ് അടുത്തത് അച്ചാറാണ്. അമ്മയ്ക്കാണെങ്കിൽ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അതും മാങ്ങച്ചാറാണെങ്കിൽ അത്രയും അമ്മ കൂട്ടി കഴിക്കും. അപ്പം നമുക്ക് അത് കൊടുക്കാം. പിന്നെ മോരുകറി ഇവിടെ ഉണ്ട് കേട്ടോ, പക്ഷെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അത് കഴിക്കാൻ അത്ര ഇതില്ല, അതുകൊണ്ട് നമ്മളപ്പോൾ കൊടുക്കണമില്ല. അപ്പോൾ ലേശം മാങ്ങച്ചാർ കൂടിയാലും അമ്മ നമ്മളെ ചീത്ത പറയും. കാരണം ഇത്രയൊന്നും എനിക്ക് വേണ്ട എന്ന് അമ്മ പറയുന്ന ആളാണ്. ഞാൻ കുറച്ച് ഇട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അമ്മയ്ക്ക് പനിയാകുമ്പോഴുള്ള ഭക്ഷണം. ഗൈസ്, ഞായറാഴ്ച ആയിട്ടുള്ള വിശേഷമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്, എന്നിട്ട് തീരുന്നതോ തിങ്കളാഴ്ച ആയിട്ടുള്ള വിശേഷം. പിന്നെ അമ്മയുടെ വോയിസോ അമ്മേനെയോ നമ്മൾ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അത്രയും വയ്യായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അമ്മേനെ അങ്ങനെ കാണിക്കാത്തത്. സോ തൽക്കാലത്തേക്ക് ഈ പനി വിശേഷം നിർത്തുന്നത് ഈ പൊന്നൂസാണ്. സോ എല്ലാവർക്കും ബൈ.